അണ്ടരൂർ ഉത്സവം ഈ വർഷം 13 തൊട്ട് 19 വരെയായി. ഇപ്പം തന്നെ ഓൾറെഡി പ്രീവിയസ് ആയിട്ടുള്ള റീൽസും വീഡിയോസൊക്കെ ഓൾറെഡി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാവിലേക്ക് വരിക. ഞാനിന്ന് എൻ്റെ അനുഭവത്തിലുണ്ടായ ഒരു കഥ പറയാനാണ് വന്നത്. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ തലശ്ശേരി ഈ ഒരു സൈഡിലുള്ള പിള്ളേരുണ്ടാവുമല്ലോ, തലശ്ശേരി സൈഡിലുള്ള പിള്ളേരൊക്കെ ക്ലാസ്മേറ്റ് ആയിരിക്കുമ്പോൾ അവർ എന്നോട് ഇങ്ങനെ അവരുടെ നാട്ടിലൊരു അമ്പലമുണ്ട്, 7 ദിവസം നീണ്ടു നിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളുള്ള തെറയാണ് അവിടെ ഉള്ളത്, രാമായണത്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് അവിടെ ഇത് തെറ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു ഇത് കാണാൻ. അതായത് ഇവരിങ്ങനെ ഫുഡൊക്കെ പുതിയ ചട്ടിയിലാണ്, പുതിയ ഫ്രഷ് ആയിട്ടുള്ള പോട്ടിലൊക്കെയാണ് ഫുഡ് വെക്കുക, അവരെല്ലാവരും വ്രതത്തിലായിരിക്കും. അതുപോലെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ചെറിയ. അപ്പം വേറെയുള്ള കാവുകളെ അപേക്ഷിച്ച് നല്ല എൻ്റയർലി ഡിഫറെൻ്റ് തന്നെയാണ് ഇവിടെയുള്ള ആചാരങ്ങളും അവർ ഫോളോ ചെയ്യുന്ന രീതിയും. അപ്പോൾ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിവിടെ വരണമെന്നും അതൊക്കെ കാണണമെന്നൊക്കെ. അപ്പം ദൈവത്താറ് സഹായിച്ചിട്ട് ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ഭാഗമാണ്. എന്നെ കല്യാണം കഴിച്ചിട്ട് ഇങ്ങോട്ടാണ് കൊണ്ടുവന്നത്. ധർമ്മടായിരുന്നു കല്യാണം കഴിച്ചത്. കറക്റ്റ് ആ 4 ദേശത്തിൽ ഒരു ദേശം ധർമ്മടായിരുന്നു. ധർമ്മടം, പാലയാട്, മേലൂർ, ധർമ്മടം, പാലയാട്, മേലൂര്, ഒരു ദേശം കൂടി ഉണ്ടായിരുന്നേ, അണ്ടലൂർ, പിന്നെ കമ്മിറ്റിക്കറ പൊട്ടും മറന്നു പോയതാണേ. അപ്പം ഞാൻ വർഷം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞു. ശരിക്കും ദേവതാരീശ്വരൻ്റെ മണ്ണിലേക്ക് മരുമകളായി വന്നു. ഇപ്പം 10 വർഷമാവുന്ന കല്യാണം കഴിഞ്ഞിട്ട്. ഈ 10 വർഷത്തിൽ 1, 2, 3 പ്രാവശ്യം എങ്ങനെ തരം മിസ്സായിട്ടുള്ളൂ. കോവിഡിൻ്റെ ടൈമിലും പിന്നെ നമ്മളിവിടെ നാട്ടിലില്ലായിരുന്നു. അങ്ങനെ ഒരു 2 പ്രാവശ്യം, മൊത്തത്തിൽ ഒരു 3 പ്രാവശ്യം എങ്ങനെ തരം എനിക്ക് മിസ്സായിട്ടുണ്ടായിട്ടുള്ളൂ. ബാക്കി എല്ലാ പ്രാവശ്യവും ദേവതാരീശ്വരൻ്റെ അനുഗ്രഹത്താൽ ചടങ്ങുകൾ പങ്കെടുക്കാനൊക്കെ ഞങ്ങളിപ്പോൾ അബുദാബിയിലായ സമയത്ത് തന്നെ വരാൻ പറ്റാത്തതിലും ഞങ്ങളവിടെ പ്രോപ്പർ വ്രതം എടുക്കാറുണ്ട്, ഈ തണ്ണിക്കുടി ഉണ്ടാക്കാറുണ്ട്, കഴിക്കാറുണ്ട്. അങ്ങനെ തന്നെ അതിൻ്റെ തണ്ണിക്കുടീനെ പറ്റിയിട്ടൊക്കെ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് ഞാൻ ഇവിടെ ടാഗ് ചെയ്തിടാം, അപ്പോൾ കാണാമല്ലോ. ഈ വർഷവും ഉച്ചാറും മെയ്യാലും തണ്ണിക്കുടിയും എല്ലാ വിശേഷങ്ങളും ചേർത്ത് എനിക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതാണ്, ചില ആഗ്രഹങ്ങൾ നമ്മൾ വിട്ടാലും ദൈവം വിടില്ല എന്ന് പണ്ട് പറഞ്ഞിട്ടില്ലേ, അതുപോലെയാണ്. അപ്പോൾ അതാണ് വിശേഷം. ഞാനങ്ങനെ ഇപ്പം എനിക്ക് അതിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാകാൻ പറ്റി. എനിക്ക് 2 ആൺപിള്ളേരാണ്. അവരെ പണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നുള്ള സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ചെയ്ത രീതികളിൽ ഫുഡ് ഉണ്ടാക്കുന്നതിലായാലും ബാക്കി ആചാരങ്ങൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളിലായാലും അമ്മ കർത്തീനെ കൊണ്ട് ചെയ്യിക്കുന്നത് പോലെ തന്നെ എനിക്ക് മോനുണ്ടായ സമയത്ത് ഞാനത് ഫോളോ ചെയ്തു. ഇപ്പോൾ 2ാമത്തതും ആൺകുട്ടിയാണ്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നതിലും ചെയ്യാൻ പറ്റുന്നതിലൊക്കെ. അപ്പം അങ്ങനെയാണ് ചില കാര്യങ്ങൾ, അങ്ങനെയാണ് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെത്തും എന്ന് പറയുന്നത് അതിലൊരു ഫാക്റ്റ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വർഷത്തെ ഉത്സവം ഈ 13 തൊട്ട് 19 വരെയാണ്. നാട്ടിലുള്ളവരൊക്കെ മാക്സിമം